എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എക്കാലത്തും ചിന്തനീയമായ ഒരു വിഷയമാണ് സ്വർഗം എന്നുള്ളത്. സ്വർഗമുണ്ടോ? ഉണ്ടെങ്കിൽ സ്വർഗം എവിടെയാണ്? സ്വർഗത്തിൽ പോകാൻ സാധിക്കുമോ? ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ എല്ലാ വിശ്വാസികൾക്കും ഉണ്ട്. എല്ലാ മതങ്ങളും സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഈ ലോക ജീവിതത്തിന് അപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്നും ആത്മാക്കൾ സ്വർഗത്തിലായിരിക്കുമെന്നും ഒക്കെയും പഠിപ്പിക്കുമ്പോൾ ഈ സ്വർഗരാജ്യ അനുഭവം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യത്യസ്തമായ പഠിപ്പിക്കലുകൾ നമുക്ക് കാണാം. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകളെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളെക്കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അതിനപ്പുറത്ത് സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. സ്വർഗമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും സ്വർഗമുണ്ട് എന്നും അല്ലെങ്കിൽ സ്വർഗരാജ്യ അനുഭവം ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ. എന്നാൽ സ്വർഗം അല്ലെ സ്വർഗരാജ്യത്തിലെ അനുഭവം എന്ന് പറയുന്നത് സന്തോഷവും സമാധാനവും സ്നേഹവും സൗഹൃദവും എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. തിന്മ വിട്ടൊരു സ്ഥലമായിട്ടാണ് പലരും ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച് പ്രയാസമുള്ളൊരു ജീവിതം, കഷ്ടപ്പാടുള്ള ജീവിതം, സങ്കടങ്ങളുള്ളൊരു ജീവിതം, രോഗങ്ങളുള്ള ജീവിതം ഒക്കെ ആയിട്ടാണ് പലപ്പോഴും നമ്മൾ ഈ ഭൂമിയിലുള്ള ജീവിതത്തെക്കുറിച്ച് കാണുന്നത്. എന്നാൽ ഈ ജനിച്ച ആർക്കും ഈ ഭൂമി വിട്ടുപോകാനുള്ള ആഗ്രഹമുള്ളതായിട്ട് കാണുന്നില്ല. ഈ കഴിഞ്ഞ ഇടയ്ക്ക് 105 വയസ്സുള്ള ഒരു അമ്മച്ചി പ്രാർത്ഥിക്കാൻ പോകുന്ന മകളോട്, അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന മകളോട് പറഞ്ഞു, എനിക്ക് വലിയൊരാഗ്രഹമുണ്ട്, ഒരു 5 വർഷം കൂടെയെങ്കിലും ജീവിച്ചിരിക്കണമെന്ന്. പലപ്പോഴും ജീവിതത്തിൽ പ്രായമുള്ള ആളുകളെ കാണുമ്പോൾ ഒരു പ്രത്യാശയിൽ ജീവിക്കുന്നതാണ് കാണുന്നത്. ജീവിതം അവസാനിപ്പിച്ച് മറ്റൊരു ലോകത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ ലോകത്തിൽ കുറേ കാലം കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുള്ളത്. ഒരിക്കലൊരു പ്രായമുള്ള ആൾ വീട്ടിൽ തനിച്ചാക്കി വെച്ച് വീട്ടിലുള്ള മക്കളും കൊച്ചുമക്കളും പോയി. അദ്ദേഹം എന്നോട് പരാതി പറഞ്ഞത്, എനിക്ക് ജീവിക്കേണ്ട അച്ഛാ, അവരാരും എന്നെ നോക്കുന്നില്ല, എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും, അതുകൊണ്ട് ആരും ഇല്ലാതെ എന്നെ ആക്കിച്ചു പോയത് ശരിയല്ല എന്ന് അവരോട് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതുപോലുള്ള ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പള്ളിയിലിരിക്കുക പ്രാർത്ഥിച്ചിരിക്കുകയാണ്. മരിക്കാൻ ആഗ്രഹമുള്ളവരാരുണ്ടെന്ന് ചോദിച്ചാൽ ആരുമില്ല. പള്ളിയിൽ മരണപ്പെട്ടാൽ, ദേവാലയത്തിൽ പ്രാർത്ഥിച്ചിട്ട് മരണപ്പെട്ടാൽ ഭാഗ്യമായിട്ട് കരുതുന്ന ആളുകൾ എത്ര പേരുണ്ട്? ആർക്കും ഈ ലോകത്തെ വിട്ടുപോകാനായിട്ട് ആഗ്രഹമില്ല. പലപ്പോഴും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളപ്പോൾ എനിക്ക് ദുരിതമാണ്, ദുഃഖമാണ്, ഇവിടുന്ന് പോയാൽ കൊള്ളാമെന്ന് പറയുന്നവരും പോകാൻ ആഗ്രഹമില്ലാത്തവരായിട്ടാണ് ഞാൻ കാണുന്നത്. കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ രണ്ട് സുഹൃത്തുക്കളുടെ ഒന്നിച്ച് സംസാരിച്ചപ്പോൾ സ്വർഗരാജ്യം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അതെവിടെയാണെന്ന് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്കാർക്കെങ്കിലും മരിക്കാൻ ആഗ്രഹമുണ്ടോ? ഈ ലോകത്തെ ജീവിതം അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ആർക്കും ആഗ്രഹമില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, എനിക്ക് പറയാനുള്ളത്, ഈ ലോകത്തിൽ തന്നെ സ്വർഗരാജ്യം തീർക്കാൻ നമുക്ക് സാധിക്കും. മാതാപിതാക്കളോട് ചേർന്ന്, സഹോദരങ്ങളോട് ചേർന്ന്, മക്കളോട് ചേർന്ന്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ നാം ആയിരിക്കുന്നിടത്ത് സന്തോഷവും സമാധാനവും നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്നെങ്കിൽ, എല്ലാവരെയും സ്നേഹിച്ച് കരുതി നമുക്ക് ജീവിക്കുവാൻ സാധിക്കുമെങ്കിൽ ഇത് തന്നെ സ്വർഗരാജ്യമാകും. ഈ ഭൂമിയിൽ തന്നെ സ്വർഗരാജ്യം പണിയുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളും നമ്മുടെ ആലോചനകളും നമ്മുടെ വാക്കുകളും ഒക്കെ നമുക്ക് ചുറ്റും നമ്മുടെ ഇടയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുന്ന ഒരു അനുഭവമാകട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.